ആതിരപ്പള്ളി മലക്കപ്പാറ വനപാതകളിൽ വന്യജീവി ആക്രമണത്തിൽ കർശന നടപടിയെടുക്കാൻ വനവകുപ്പ് ഉദ്യോഗസ്ഥർ. അന്തർ സംസ്ഥാന പാതയായ ആതിരപ്പള്ളി മലക്കപ്പാറ റോഡിൽ വന്യമൃഗ ആക്രമണം പതിവാകുന്ന സാഹചര്യത്തിൽ കർശന നടപടി സ്വീകരിക്കാൻ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ. വനത്തിലൂടെ കടന്നുപോകുന്ന വിനോദസഞ്ചാരികളും യാത്രക്കാരും മൃഗങ്ങൾക്ക് ശല്യം ഉണ്ടാക്കുന്നതാണ് ആക്രമണങ്ങൾക്കുള്ള പ്രധാന കാരണം. അതിനാൽ വനനിയമങ്ങൾ മറികടന്ന് ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെടുന്നവർക്കെതിരെയാണ് കർശന നടപടിയെടുക്കാൻ ഉദ്യോഗസ്ഥർ തീരുമാനിച്ചിരിക്കുന്നത്. പറമ്പിക്കുളം ടൈഗർ റിസർവിനോട് ചേർന്നുള്ള മലയാറ്റൂർ, വാഴച്ചാൽ, ചാലക്കുടി ഫോറസ്റ്റ് ഡിവിഷനുകളിലായി വിസ്തൃതിയിൽ പരന്നു കിടക്കുന്ന വനമേഖലയാണ് ആതിരപ്പള്ളി, വാഴച്ചാൽ, മലക്കപ്പാറ തുടങ്ങിയവ. തമിഴ്നാടിനെയും കേരളത്തെയും ബന്ധിപ്പിക്കുന്ന വനപാത കടന്നുപോകുന്ന ഈ മേഖലയിൽ വന്യമൃഗങ്ങൾ റോഡിലിറങ്ങുന്നത് സർവ്വസാധാരണയാണ്. ഇവ മനുഷ്യർക്ക് നേരെയും വാഹനങ്ങൾക്ക് നേരെയും അക്രമാസക്തരാകുന്നത് ഇന്ന് നിരന്തര വാർത്തയായി മാറിയിരിക്കുകയാണ്. അപകട സാധ്യതാ മേഖലയിൽ വനം വകുപ്പ് നിരീക്ഷണം ശക്തമാണെങ്കിലും വന്യമൃഗ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ കുറവൊന്നും കാണുന്നില്ല. ഇതുവഴി കടന്നുപോകുന്ന പലരും മൃഗങ്ങളെ പ്രകോപിപ്പിക്കുന്നതിനാലാണ് ആക്രമണം ഉണ്ടാകുന്നതെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഉദ്യോഗസ്ഥരില്ലാത്ത സാഹചര്യത്തിൽ പല സ്ഥലങ്ങളിലും മുന്നറിയിപ്പുകൾ അവഗണിച്ച് ആളുകൾ റോഡിലിറങ്ങുന്നവർക്ക് വനം വന്യജീവി സംരക്ഷണ നിയമപ്രകാരം കേസുകൾ രജിസ്റ്റർ ചെയ്യും. 7 വർഷം വരെ കഠിന തടവും 10,000 രൂപയുമാണ് ഇത്തരം കുറ്റങ്ങൾക്കുള്ള പരമാവധി ശിക്ഷ. ആതിരപ്പള്ളി മുതൽ വാഴച്ചാൽ വരെയുള്ള വനപാതകളിൽ വിവിധ സ്ഥലങ്ങളിൽ വനസംരക്ഷണ സമിതി പ്രവർത്തകരുമുണ്ട്. അതിനാൽ വിനോദസഞ്ചാരികൾ ഈ പ്രദേശങ്ങളിൽ വാഹനം നിർത്തുന്നതിനും പുറത്തിറങ്ങുന്നതിനും അനുവാദമില്ല.